ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 90-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ലഭിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന അല്ലെങ്കിൽ എല്ലാ ദുൽഹിജ്ജ മാസവും ആരംഭത്തിൽ ആരംഭിക്കുന്ന ഒരു അമല് ധാരാളം മഹാന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചിട്ടുള്ളതുമാണ്. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ദുൽഹിജ്ജ 1 പിറ കണ്ടു കഴിഞ്ഞാൽ അന്ന് മഹാനായ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതുക. ആ യാസീൻ ആരംഭിക്കുമ്പോൾ ഇലാ ഹദറത്തി നബിയുൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് യാസീൻ ആരംഭിക്കുക. ആ യാസീൻ ഓതിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു യാസീൻ ഓതുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ യാസീൻ ഓതുമ്പോൾ ഇബ്രാഹിം നബിയുടെ പേര് പറയേണ്ടത് ഇലാ ഹദറത്തി ജദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജദ് എന്ന പദം ഉപയോഗിക്കുക. ജദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹിസ്സലാം അൽ ഫാത്തിഹ, അല്ലെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതിയിട്ട് പിന്നെ യാസീൻ ഓതുക. അപ്പോൾ നബിതങ്ങളുടെ പേരിൽ ഒരു യാസീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ ഒരു യാസീൻ. മൂന്നാമതായിട്ട് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെയുടെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു യാസീൻ ഓതുക. നാലാമതായി നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു യാസീൻ ഓതുക. ഈ 4 യാസീനും പാരായണം ചെയ്തതിന് ശേഷം സൂറത്തു ഇബ്രാഹിം, വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം എന്ന സൂറത്ത് പാരായണം ചെയ്യുക. പാരായണം ചെയ്തതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ ഒരു ഖത്തുമ് ആരംഭിക്കുക. ഫാത്തിഹയും സൂറത്തുൽ ബഖറയും ആരംഭിച്ചു വെക്കുക. ഇത് ദുൽഹിജ്ജ 1 പിറ കണ്ട അന്ന് ചെയ്യേണ്ടതാണ്. പിറ്റേന്ന് മുതൽ രണ്ടാമത്തെ ദുൽഹിജ്ജ 2 മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ മാത്രം ഒരു ഫാത്തിഹ ഓതിയിട്ട് സൂറത്തു ഇബ്രാഹിം പാരായണം ചെയ്യുക. സൂറത്തു ഇബ്രാഹിം പാരായണം ചെയ്തതിന് ശേഷം നേരത്തെ തലേ ദിവസം തുടങ്ങി വെച്ച ഖത്തുമ് തുടരുക. തുടരുമ്പോൾ ഓർക്കേണ്ടത് 40 ആയത്തിൽ കുറയാതെയെങ്കിലും ഓതി വയ്ക്കുക. 40 ആയത്തെങ്കിലും കുറയാതെ ഓതി വയ്ക്കുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് കൊണ്ടേയിരിക്കുക. ആ ഖത്തുമും സൂറത്തു ഇബ്രാഹിമും എല്ലാ ദിവസവും ഓതുന്ന വിധത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കുക. അത് പെട്ടെന്ന് തന്നെ തീർക്കണമെന്നില്ല. സാവകാശം ഓതുന്നത് വളരെ തജ്വീദോടുകൂടെ നമുക്കറിയുന്ന പോലെ നല്ലതുപോലെ നിർത്തി സാവധാനം ഓതുക. ഒരു ദിവസവും മുടങ്ങാതെ ഓതാൻ നോക്കുക. ഖുർആൻ ഓതാൻ പറ്റാതെ അശുദ്ധിയാകുന്ന ദിവസങ്ങളിൽ ഒഴികെ മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ എല്ലാ ദിവസവും സൂറത്ത് ഇബ്രാഹിമും ആ ഖത്തുമിൻ്റെ ബാക്കിയും പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ദിവസവും ഖത്തുമ് പാരായണം ചെയ്യുമ്പോൾ ഇബ്രാഹിം സൂറത്തും ഖത്തുമും പാരായണം ചെയ്യുമ്പോൾ അതിനുശേഷം ഒരു ദുആ, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയതായിട്ട് വാരിതായി വന്ന ദുആയാണ്. ആ ദുആയും കൂടെ ഒരു 7 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം പൂർത്തിയാക്കുക. ആ ദുആ ഇനി പറയുന്നതാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. അത് അറിയാത്തവർ നല്ലതുപോലെ ഹർക്കത്തൊക്കെ നോക്കി കൃത്യമായിട്ട് ചൊല്ലുക. യാ അല്ലാഹു യാ വാഹിദു യാ അഹദു യാ സമദു യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് നജ്ജിനി ബിറഹ്മതിക്
യാ അല്ലാഹു യാ വാഹിദു യാ അഹദു യാ സമദു യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് നജ്ജിനി ബിറഹ്മതിക്. ഈ ദുആയും 7 പ്രാവശ്യം അവസാനം ചൊല്ലി പൂർത്തിയാക്കുക. ഇൻഷാ അല്ലാഹ് ആ ഖത്മ് തീർന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.